ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷോബഫിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. എപ്പിസോഡ് 2ൻ്റെ ഫസ്റ്റ് പാർട്ടാണ് കാണാനായി പോകുന്നത്. എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ കാങ്ഹോ സോങ്വുവിൻ്റെ വീട്ടിലേക്ക് വരുന്നതാണ് കാണിക്കുന്നത്. പണ്ടത്തെ പോലെയല്ല, സോങ്വുവിൻ്റെ ബിസിനസ്സൊക്കെ ഇപ്പോൾ വളർന്ന് വോബിയോ കൺസ്ട്രക്ഷൻ കമ്പനി എന്നായി മാറിയിട്ടുണ്ട്. സോങ്വുവിൻ്റെ പേരിലുള്ള കോടികളുടെ കള്ളപ്പണത്തിന്റെ കേസും റേപ്പ് കേസും എല്ലാം ഒത്തുതീർക്കുന്നത് കാങ്ഹോയാണ്. ആ സ്ത്രീ ഏൽപ്പിച്ച ഫോൺ എടുത്ത് നോക്കുന്നുണ്ടെങ്കിലും അത് സോങ്വുവിന് കൊടുക്കാതെ തിരിച്ച് ബാഗിൽ തന്നെ എടുത്തു വെക്കും. നിനക്ക് എൻ്റെ മകനാകാമോ? നിന്നെപ്പോലെ വിശ്വസിക്കാൻ പറ്റിയ ഒരാളെ ഞാൻ വേറെ കണ്ടിട്ടില്ല. എൻ്റെ മകനും കൊച്ചുമകനും ഒക്കെ കണക്കാണ്. നിന്നെ ഞാൻ അഡോപ്റ്റ് ചെയ്ത് എൻ്റെ എല്ലാ ബിസിനസ്സും നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് വേണം എനിക്ക് ഹവായിലേക്ക് ട്രിപ്പ് പോയി എൻ്റെ ലൈഫ് ഒന്ന് അടിച്ചു പൊളിക്കാൻ. സോങ്വുവിന് കാങ്ഹോയെ ഒരുപാട് ഇഷ്ടമാണ്, അതുപോലെ തന്നെ ഒരുപാട് വിശ്വാസവും. അയാൾക്ക് ബേസ്ബോൾ ഇഷ്ടമായതുകൊണ്ട് തന്നെ കാങ്ഹോ ഇറങ്ങാൻ നേരവും വാ നമുക്കൊന്ന് ബേസ്ബോൾ കളിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞ് അവനെ കൂട്ടിക്കൊണ്ടുപോകും. അപ്പോഴാണ് കാങ്ഹോ, എനിക്കും ബേസ്ബോൾ ഒരുപാട് ഇഷ്ടമാണ്, പക്ഷേ അതൊരിക്കൽ പോലും എനിക്ക് കളിക്കാനായി ഒരു അവസരം കിട്ടിയിട്ടില്ല. ടിവിയിലും ഞാനത് കണ്ടിട്ടുമില്ല. നിങ്ങളെപ്പോലെ ഒരച്ഛൻ എനിക്കുണ്ടായിരുന്നെങ്കിൽ എനിക്കും അതിനൊക്കെ കഴിയുമായിരുന്നു എന്ന് പറയും. എങ്കിൽ ഇന്നു മുതൽ നിനക്ക് എന്നെ അച്ഛ എന്ന് വിളിച്ചുകൂടെ എന്ന് സോങ്വു ചോദിക്കും. പെട്ടെന്ന് അവൻ ചിരിക്കുന്നത് കണ്ട്, ഇത്രയും കാലത്തിനുള്ളിൽ നിന്നെ ആദ്യമായിട്ടാണ് ഞാൻ ചിരിച്ചു കാണുന്നത് എന്ന് സോങ്വുയും പറയും. അവനും വളരെ സന്തോഷത്തോടെ അച്ഛ എന്ന് വിളിക്കും. ഇത് കേൾക്കുന്നതും എന്തോ വല്ലാണ്ടൊരു സന്തോഷം തോന്നുന്നുണ്ട് എന്ന് സോങ്വോ പറയും. അവിടുന്ന് സീൻ കട്ട് ചെയ്ത് കാങ്ഹോ ഓഫീസിലേക്ക് വരുന്നതാണ് കാണിക്കുന്നത്. ഒരാൾ അങ്ങോട്ടേക്ക് എത്തി, എൻ്റെ മകനല്ല കൊലയാളി, അവനെ രക്ഷിക്കണം, ചെയർമാൻ്റെ മകനാണ് ചെയ്തത് എന്ന് പറഞ്ഞ് കരഞ്ഞ് ബഹളം വയ്ക്കും. കാങ്ഹോ അതൊന്നും മൈൻഡ് ചെയ്യാതെ അകത്തേക്ക് കയറിപ്പോകും. നിനക്കും ഒരച്ഛനില്ലേ എന്ന് അയാൾ ചോദിക്കുന്നത് കേട്ട് കാങ്ഹോ തിരിച്ച് അയാളുടെ അടുത്തേക്ക് വന്ന്, എനിക്ക് അച്ഛനില്ല, നിങ്ങൾ ഉണ്ടായിരുന്നിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ മകനെ രക്ഷിക്കാൻ പറ്റുന്നില്ലല്ലോ, അതുകൊണ്ട് ഇങ്ങനെ ഒരു അച്ഛൻ ഇല്ലാതിരിക്കുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞ് അകത്തേക്ക് കയറിപ്പോകും. കാങ്ഹോയുടെ അമ്മ അവനെ കോൾ ചെയ്യുന്നുണ്ടെങ്കിലും അവൻ കോളൊന്നും അറ്റൻഡ് ചെയ്യില്ല. ഇന്ന് അവൻ്റെ ബർത്ത്ഡേയാണ്, അതുകൊണ്ട് തന്നെ അവന് കൊടുക്കാനായി സ്പെഷ്യൽ ഫുഡൊക്കെ തയ്യാറാക്കുന്ന തിരക്കിലാണ് കാങ്ഹോയുടെ അമ്മ. അങ്ങനെ പാചകം ചെയ്യുന്നതിനിടയിൽ അവർ മറിഞ്ഞടിച്ച് താഴേക്ക് വീഴും. ട്രീറ്റ്മെൻറ്റ് ചെയ്യാനായി പോകുന്നത് ചായോയുടെ അടുത്തേക്കാണ്. മേക്കപ്പ് ചേച്ചി ആകട്ടെ, എൻ്റെ അങ്കിൾ പണ്ട് ഇതുപോലെ സ്റ്റെയറിൽ നിന്ന് വീണതാണ്, അത് വലിയ കാര്യമാക്കാതെ അന്ന് അദ്ദേഹം ഗുളിക കഴിച്ചു കിടന്നു, പക്ഷേ ആള് പിന്നെ തളർന്ന് കിടപ്പിലായി പോയി എന്ന് ദുരന്തം പറയാൻ തുടങ്ങും. ചായോ ആകട്ടെ, സിയോളിലേക്ക് പഠിക്കാൻ പോയ ശേഷം ഒരിക്കൽ പോലും കാങ്ഹോ ഇങ്ങോട്ടേക്ക് കാണാൻ വന്നില്ലല്ലോ എന്ന് ചോദിക്കുന്നതും, അവൻ വലിയ തിരക്കുള്ള പ്രോസിക്യൂട്ടർ അല്ലേ, അവനെ കാണാനായി ആൾക്കാർ ക്യൂ നിൽക്കുന്നുണ്ട് അവിടെ, അതുകൊണ്ട് ഞാനാണ് ഇങ്ങോട്ടേക്ക് വരണ്ട, അവധി ദിവസങ്ങളിൽ റെസ്റ്റ് എടുക്കാനായി അവനോട് പറയുന്നത് എന്ന് കാങ്ഹോയുടെ അമ്മയും മറുപടി പറയും. പിന്നീട് കാണിക്കുന്നത് ഹായോങ്ങിനെയാണ്. ഹായോങ് കാങ്ഹോയുടെ ഗേൾഫ്രണ്ട് ആണ്. എത്ര വിളിച്ചിട്ടും ഫോൺ അറ്റൻഡ് ചെയ്യാത്ത ദേഷ്യത്തിൽ കാലനക്കുന്നതും കാല് ചെറുതായി മുറിയും. ഈ കാലിൽ ട്രീറ്റ്മെന്റ് ചെയ്യുന്നത് വേറാരുമല്ല, മിജോയാണ്. അങ്ങനെ കാല് മുറിഞ്ഞെന്ന് പറഞ്ഞ് ഹായോങ് അവളെ ചവിട്ടും. മിജോ സോറി ചോദിക്കുന്നുണ്ടെങ്കിലും അവൾ അഹങ്കാരത്തോടെ, ഞാനൊരു ബെല്ലാരിൻ ഡാൻസറാണ്, എന്നോട് പ്രോപ്പറായ രീതിയിൽ തന്നെ സോറി ചോദിക്കണമെന്ന് പറയും. അത് കേട്ട് മിജോയും മുട്ടുകുത്തി സോറി ചോദിക്കും. അങ്ങനെ അവിടെ നിന്നും പോകാനിറങ്ങുന്നതും ഹായോങ്ങിനെ പിടിച്ചു നിർത്തി മിജോ, എന്നെ ചവിട്ടിയതിന് സോറി ചോദിച്ചിട്ട് പോയാൽ മതി എന്ന് പറയും. എന്നെ കൊണ്ട് സോറി ചോദിപ്പിക്കാറായോ നീ? ഞാൻ സോറി ചോദിക്കില്ല എന്ന് പറയുന്നതും പെട്ടെന്നാണ് മിജോ കാല് പൊക്കി ചവിട്ടുന്നത് പോലെ ആക്ഷൻ കാണിച്ച് പേടിപ്പിക്കുന്നത്. അവളാകട്ടെ പെട്ടെന്ന് പേടിച്ച് തറയിലേക്ക് വീഴും. പിന്നീട് കാണിക്കുന്നത് മിജോയും അവളുടെ ഫ്രണ്ടും കൂടെ ഇരുന്ന് സംസാരിക്കുന്നതാണ്. മിജോയ്ക്ക് സ്വന്തമായി ഒരു നെയിൽ സാലൂൺ തുടങ്ങണം എന്നതാണ് ആഗ്രഹം. അതിൻ്റെ കാശുണ്ടാക്കാനായാണ് ഇവിടെ വന്ന് ജോലി ചെയ്യുന്നത്. അത് കേൾക്കുന്നതും മിജോയുടെ ഫ്രണ്ട്, എങ്കിൽ നമുക്ക് ഒരുമിച്ച് തുടങ്ങാമെന്ന് പറയും. അപ്പോഴാണ്
മിജോയുടെ ഫോണിലേക്ക് ഒരു കോള് വരുന്നത്. കോൾ അറ്റൻഡ് ചെയ്യുന്നതും അമ്മയെ അമ്മുമ്മ മരിച്ചുപോയി എന്ന് പറയും. ഇത് കേട്ട് ഷോക്കായി നിൽക്കുന്നതും അമ്മേ ഇവിടെ അമ്മുമ്മ മരിച്ചുകൊണ്ടിരിക്കുകയാണ്, കളിച്ച് കളിച്ച് ഇപ്പോൾ അമ്മുമ്മ തോക്കും എന്ന് പറയുന്നത്. അത് കേൾക്കുമ്പോഴാണ് മിജോയ്ക്ക് സമാധാനമാകുന്നത്. എന്തിനാണ് ഫോൺ എടുത്തതെന്ന് പറഞ്ഞ് മിജോ കുട്ടികളെ ഒരുപാട് വഴക്ക് പറയും. ഇവർ രണ്ടുപേരും മിജോയുടെ കുട്ടികളാണ്. ഇതിലെ പെൺകുട്ടിയുടെ പേര് ഇയോ എന്നും ആൺകുട്ടിയുടെ പേര് സിയോൺ എന്നുമാണ്. രണ്ടുപേരും ഇരട്ട കുട്ടികളാണ്. മിജോയുടെ അമ്മ എല്ലാവരുടെയും കൂടെയിരുന്ന് കഫേയിലിരുന്ന് ചീട്ട് കളിക്കുന്ന തിരക്കിലാണ്. അവർ കാണാതെയാണ് ഇയോ ഫോൺ എടുത്ത് കോൾ ചെയ്തത്. മിജോ ദേഷ്യപ്പെട്ടതുകൊണ്ട് തന്നെ പേടിച്ച് ആ ഫോൺ അമ്മുമ്മയെ ഏൽപ്പിക്കും. സംസാരിക്കാൻ തുടങ്ങുന്നതും കുട്ടികൾക്ക് ഫോൺ കൊടുക്കരുതെന്നല്ലേ പറഞ്ഞിട്ടുള്ളത്, പിന്നെ എന്തിനാണ് അവർക്ക് ഫോൺ കൊടുത്തതെന്ന് പറഞ്ഞ് അവരെയും കുറെ ചീത്ത പറയും. മിജോ US-ലാണെന്നാണ് നാട്ടിലുള്ളവരടുത്തെല്ലാം അവർ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ മിജോ സത്യത്തിൽ സിയോളിൽ തന്നെയാണുള്ളത്. മിജോ ഫോൺ കൊടുത്തതിന് ദേഷ്യപ്പെടുന്നതും മിജോയുടെ അമ്മ എല്ലാവരും കേൾക്കാനായി എനിക്ക് കാശൊന്നും വേണ്ട, നീ തന്നെ വച്ചോ എന്നാണ് മറുപടി പറയുന്നത്. പെട്ടെന്ന് അവരുടെ ആരുടെയും കണ്ണിൽ പെടാതെ അവിടെ നിന്ന് പുറത്തിറങ്ങി, നീ എന്നാണ് ഈ കുട്ടികളെ കൊണ്ടുപോകുന്നത്? ആ വൃത്തികെട്ടവനെ നീ കണ്ടുപിടിച്ചോ? എല്ലാവരോടും നീ US-ലാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഉടൻ തന്നെ കുട്ടികളെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകുമെന്നാണ് എല്ലാവരും വിചാരിച്ചു വച്ചിരിക്കുന്നത്. ഞാനും അദ്ദേഹവുമായി ഡിവോഴ്സ് ആണെന്ന് പറഞ്ഞാൽ മതി എന്ന് മിജോ പറയും. അയാളുടെ പേരെങ്കിലും പറ നീ എന്ന് അമ്മ ചോദിക്കുമ്പോഴും അമ്മ എന്നോട് ഈ ചോദ്യം ചോദിക്കില്ല എന്ന് എനിക്ക് ഉറപ്പ് തന്നതാണ് എന്ന് മിജോയും പറയും. പിന്നെ അമ്മയും ഡിവോഴ്സ് ആണല്ലോ എന്ന് മിജോ ചോദിക്കുന്നതും അറ്റ്ലീസ്റ്റ് എൻ്റെ കല്യാണമെങ്കിലും കഴിഞ്ഞതാണ്, നിന്റെയോ എന്ന് അവരും തിരിച്ചു ചോദിക്കും. ദേഷ്യപ്പെട്ട് മിജോ ഫോൺ കട്ട് ചെയ്തിട്ട് പോകും. അവരുടെ കൂട്ടത്തിൽ ചീട്ട് കളിക്കുന്ന ഒരാൾ ജ്യോതിഷനാണ്. സാമിൻ്റെ അമ്മ അയാളോട് എൻ്റെ മകൻ നന്നാവാനായി ഞാൻ എന്ത് ചെയ്യണം, എന്തെങ്കിലും പരിഹാരമുണ്ടോ എന്ന് തിരക്കുന്നതും അവൻ ഈ ജീവിതകാലത്ത് രക്ഷപ്പെടില്ല എന്ന് പറയും. ഇനി സാമിൻ്റെ അമ്മയെ പറ്റി പറഞ്ഞാൽ സാമിൻ്റെ അമ്മയ്ക്ക് അവനെ വലിയ കാര്യമാണ്. അവൻ എന്ത് തെറ്റ് ചെയ്താലും അവനെ ന്യായീകരിക്കും. മറ്റുള്ളവർ തൻ്റെ മകനെക്കുറിച്ച് കുറ്റം പറയുന്നത് കേൾക്കുന്നത് അവർക്ക് തീരെ ഇഷ്ടമല്ല. സാം ഇപ്പോൾ ഒരു മോഷണ കുറ്റത്തിന് ജയിലിലാണ്. തൻ്റെ മകൻ്റെ പ്രായം വരുന്ന കാങ്ഹോ ഒരു പ്രോസിക്യൂട്ടറായി ഇരിക്കുന്നതിൽ സാമിൻ്റെ അമ്മയ്ക്ക് നല്ല കുശുമ്പുണ്ട്. പക്ഷേ സാമിൻ്റെ അച്ഛൻ കറക്റ്റ് ഓപ്പോസിറ്റാണ്. മകൻ എന്ത് തെറ്റ് ചെയ്താലും അത് മുഖത്ത് നോക്കി പറയും. അപ്പോഴാണ് അങ്ങോട്ടേക്ക് കാങ്ഹോയുടെ അമ്മ ഫുഡുമായി വരുന്നത്. അവരെ കാണുന്നതും ആ ജ്യോത്സ്യൻ ഇതുപോലൊരു ഭാഗ്യം ചെയ്ത അമ്മയെ ഞാൻ കണ്ടിട്ടില്ല എന്ന് പറയും. ഇത് കേൾക്കുന്ന സാമിൻ്റെ അമ്മയ്ക്ക് തീരെ ഇഷ്ടപ്പെടില്ല. അവിടുന്ന് സീൻ കട്ട് ചെയ്ത് കാങ്ഹോയെ കാണാനായി ഫുഡുമായി എത്തിയ കാങ്ഹോയുടെ അമ്മയെയാണ് കാണിക്കുന്നത്. കാങ്ഹോയെ എത്ര വിളിച്ചിട്ടും അവൻ കോൾ എടുക്കില്ല. അവിടുത്തെ വാച്ച്മാൻ വിളിച്ച് അമ്മ വന്നിട്ടുണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിലും ഞാൻ ഇവിടെ ഇല്ല എന്ന് പറയാനായി പറയും. പക്ഷേ ഫോൺ ലൗഡ് സ്പീക്കർ ആയതുകൊണ്ട് തന്നെ കാങ്ഹോയുടെ അമ്മ അത് കേൾക്കും. ഉടനെ കാങ്ഹോയുടെ അമ്മ അവൻ തിരക്കായതുകൊണ്ടായിരിക്കും വരാത്തത്, ഈ ഫുഡ് അവിടെ കൊടുത്താൽ മതി എന്ന് പറഞ്ഞ് ഏൽപ്പിക്കും. എൻ്റെ മകൻ എങ്ങനെ സന്തോഷമായിട്ടിരിക്കുന്നുണ്ടോ, എന്തെങ്കിലും ടെൻഷൻ ഉള്ളതായോ, ഡ്രിങ്ക്സ് കുടിക്കുകയോ അങ്ങനെ എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കുന്നുണ്ടോ എന്ന് തിരക്കുന്നതും ഇല്ല, വളരെ നല്ല വ്യക്തിയാണ്, ഇവിടത്തെ ഇപ്പോഴത്തെ ടോപ്പ് പ്രോസിക്യൂട്ടറിൽ ഒരാളാണ് അദ്ദേഹം എന്ന് വാച്ച്മാനും പറയും. അത് കേൾക്കുന്നതും കാങ്ഹോയുടെ അമ്മയ്ക്കും സന്തോഷമാകും. വണ്ടിയിൽ കയറി ഇരുന്നതിന് ശേഷവും ഉള്ളിൽ സങ്കടമുണ്ടെങ്കിലും അവൻ തിരക്കായതുകൊണ്ടായിരിക്കും എന്ന് പറഞ്ഞ് സ്വയം സമാധാനിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് കാങ്ഹോ അസംബ്ലി ഇലക്ഷനിൽ തായ്സൂൺ മത്സരിക്കുന്നു എന്ന ന്യൂസ് TV-യിൽ കാണുന്നതാണ്. തായ്സൂൺ മറ്റാരുമല്ല, നമ്മുടെ പഴയ വക്കീല് തന്നെയാണ്. പിന്നീട് ഒരു ഫ്ലാഷ് ബാക്ക് ആണ് കാണിക്കുന്നത്. ലോ കോളേജിൽ പഠിക്കുന്ന സമയത്ത് തായ്സൂൺ അവിടെ ഒരു സ്പീച്ച് കൊടുക്കാനായി വന്നിട്ടുണ്ടായിരുന്നു. അവിടുത്തെ നമ്പർ 1 പ്രോസിക്യൂട്ടറാണ് തായ്സൂൺ. ബുക്സ് മാത്രം പഠിച്ചതുകൊണ്ട് ഒരാളും നല്ലൊരു ജഡ്ജ് ആകില്ല. കൂടെയുള്ളവരുടെ ഇമോഷൻസും ഫീലിങ്സും ഒക്കെ മനസ്സിലാക്കാനുള്ള കഴിവുണ്ടാകണം.
എന്നാൽ മാത്രമേ നമ്മുടെ പക്കൽ വന്ന് സഹായം ചോദിക്കുന്നവർക്ക് ശരിയായ നീതി ഉറപ്പാക്കാൻ പറ്റൂ എന്നൊക്കെ പറഞ്ഞ് ക്ലാസ് എടുത്തു കൊടുക്കും. അങ്ങനെ സ്പീച്ചൊക്കെ കഴിയുന്നതും അവിടുത്തെ സാറ് കാങ്ഹോയാണ് ഈ കോളേജിലെ ടോപ്പർ എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തും. തായ്സൂൺ കാങ്ഹോയെ കാണുമ്പോഴേ നിന്നെ എവിടെയോ കണ്ട് പരിചയമുള്ളതായി തോന്നുന്നു എന്ന് പറയും. അപ്പോഴാണ് അവിടേക്ക് തായ്സൂണിന്റെ മകളായ ഹായോങ് വരുന്നത്. എപ്പിസോഡിന്റെ ബാക്കി പാർട്ട് 2 ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.